ഇപ്പോൾ രണ്ടാമത്തെ ഹോട്ടലാണിത് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ഗ്രാൻഡ് ബേയിലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുകയാണ്. വെക്കേറ്റ് ചെയ്തിട്ട് മൂന്നാമത് ഉള്ള ഹോട്ടൽ സ്ഥലത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോർട്ട് ലൂയിസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണം. അപ്പം രാവിലെ തന്നെ നമുക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് പോവാം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് അങ്ങെയെല്ലാം താമസിക്കും, പിന്നെ ചെക്ക് ഇൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ലഗേജൊക്കെ ആയിട്ട് ആൾക്കാരെല്ലാം എത്തി, വലിയ ക്യാമറയൊക്കെ ആയിട്ട് വേറൊരാളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലഗേജൊക്കെ ഒന്ന് കയറ്റി വെക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗ്രാൻഡ് പേര് മറന്നുപോയി. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഓക്കെ, 6ാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഡൊമിൻഡെ ഗ്രാൻഡ് ബേ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോർട്ട് ലൂയിസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. പോർട്ട് ലൂയിസ്. ഓക്കെ, ഇവിടുന്ന് ഏകദേശം ഒരു 23 കിലോമീറ്റർ ഉണ്ട് പോർട്ട് ലൂയിസ്. ഗ്രാൻഡ് ബേയിലെ അത്യാവശ്യം കാണാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി. ആകെ നമുക്ക് മിസ്സായതൊരു ഷുഗർ ഫാക്ടറി നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ വിളിച്ചത് 3 മണിക്കാണ്. 3 മണിയായപ്പോഴത്തേക്ക് അവർ അടച്ചു. അപ്പം അത് മാത്രം നമ്മൾ മിസ്സായി. കാലാവസ്ഥ ഇന്ന് രാവിലെയും 22 ഡിഗ്രിയാണുള്ളത്. പക്ഷെ വെയിലിന് നല്ല ചൂടുണ്ട്. വെയിലടിക്കുമ്പോൾ നല്ല ചൂടുണ്ട്, വെയിൽ മങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ. ഞാനിപ്പോൾ പറഞ്ഞല്ലേ, ഇതേ കണ്ടോ, റാപ്ചറാണ് പോകുന്നത്, മറ്റേ ഫോർഡിൻ്റെ. ഇതൊക്കെ ഉള്ള ഏരിയ ആണ്. എന്നപ്പോ ഉറക്കം വരണോ ഇപ്പോഴോ? അപ്പൂ ഉറക്കം വരുവാന്ന് അപ്പു പറയുന്നേ. അപ്പൊ ഉറക്കം വന്നിരിക്കുവാണ്. ആണോ അപ്പോ? ഇപ്പൊ ഉറക്കം പിന്നെ രാവിലെ അല്ലേ? നമ്മൾ എഴുന്നേറ്റല്ലേ ഉള്ളൂ, ഫുഡ് കഴിച്ചല്ലേ ഉള്ളു. മന്നി റൗണ്ട് ബോട്ടാണ്. റൗണ്ട് ബോട്ട് എത്തി. ഹെൽത്ത് കേപ്പ് ഇവിടെ ലംബോർഗിനി ഒന്നും അല്ല, അത് അത് BMW അല്ലേ? BMW. Exit the roundabout onto M2. Port Louis. Continue on M2 for 2 kilometers. എന്താ കണ്ണായി കൗണ്ട് ചെയ്യുന്നേ? കണ്ണൻ എന്താ കൗണ്ട് ചെയ്തോണ്ടിരിക്കുന്നേ? ഓ, ഇവിടെ കാണിച്ചു കൊടുത്തപ്പോ ഇന്നലെ ഞങ്ങള് ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയപ്പോ ഓക്കെ പറയാം. അപ്പു പറഞ്ഞോ. അപ്പൊ എന്തോ എടുത്ത് കാണിച്ച് തരാൻ പോകുന്നുണ്ട്. സർപ്രൈസ് ആണ് കാണിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണിച്ചോ, കാണിക്കേ. In 600 meters at the roundabout, take the second exit. അമ്മ പറയണോ? ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ, മഞ്ചാടിക്കുരുവാണേ. ഞങ്ങൾ ഇന്നലെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയപ്പോൾ അവിടെ നിന്ന് പെറുക്കിയെടുത്തതാണ്. ഇത്രയാണ് അപ്പുവിന്റെ സമ്പാദ്യം. കാണിച്ചു കൊടുത്തേ. എത്രയുണ്ട് അപ്പോ? എത്ര നമ്പർ? 27 നമ്പേഴ്സ് ഉണ്ട്. കണ്ണം കൗണ്ട് ചെയ്ത് കഴിഞ്ഞോ? അത് സാരില്ല, ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് കണ്ണന്റെയാണ്. എന്തോ കണ്ണത്?
അറിയാം. മഞ്ചാടിക്കുരു. നമ്മൾ നാട്ടിലെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ അവിടെ കുന്നിക്കുരു മഞ്ചക്കുരു ഒക്കെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ, ഉരുളിയിൽ. അത് കാണുമ്പോൾ തുടങ്ങി അതിൽ നിന്ന് എടുക്കാനായിട്ട് മാളിന് ഭയങ്കര ടെൻഡൻസിയാണ്. അവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തിരിച്ചു പോരും. ഇന്നലെ കണ്ടപ്പോൾ അത് മുഴുവൻ പെറുക്കിയെടുത്ത്. അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കുവാണെന്ന് പറഞ്ഞു. അല്ലേ കണ്ണാ? അങ്ങനെയല്ലേ നമ്മളെടുത്തത്? കൗണ്ട് ചെയ്ത് വെക്കണ എന്തിനാണെന്നറിയാവോ? അതായത് ചേച്ചിയുടെ കയ്യിൽ ഇത്ര നമ്പേഴ്സ് ഉണ്ട്, അനിയത്തിയുടെ കയ്യിൽ ഇത്ര നമ്പേഴ്സ് ഉണ്ട്. ഇത് ഒരെണ്ണം അങ്ങോട്ട് ഇങ്ങോട്ട് പോയി അവിടെ അടിയാ. അത് കൺഫേം ചെയ്ത് വെക്കുന്നതാണ് ആ കൗണ്ടിങ്. രണ്ടുപേരിരുന്ന് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ? 27. ഒരാൾ കൺഫേം ചെയ്തു. 27 നമ്പേഴ്സ് ഫിക്സഡ് ആണല്ലോ അല്ലേ? ഇനി മാറൂലല്ലോ? ചേച്ചിയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റൂലല്ലോ? ഒരെണ്ണം ഒരു മഞ്ചാടിക്കുരു ചേച്ചിക്ക് കൊടുത്തോ? ഓക്കെ. അവിടെ കൗണ്ടിങ് നമ്പേഴ്സ് മുഴുവൻ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നോർമലി 40 ഉണ്ടായിരുന്നു. ഇപ്പൊ കൗണ്ട് ചെയ്തിട്ട് കുറവുണ്ടോ? ആ സൈഡില് ഇത് കണ്ടോ? എന്നാ അവിടെ ഒരു മലയും. ഇത് ഫുൾ ഇവിടെ കരിമ്പിൻ കൃഷിയാന്ന് തോന്നുന്നു അല്ലേ? കരിമ്പ കംപ്ലീറ്റ് കരിമ്പിൻ കൃഷിയാണ്. ആ, അതാണ് ഷുഗർ കെയിൻ ആണ് ഇവിടെ ഒരു എവിടെ ചെന്നാലും വിൽക്കാൻ വെച്ചേക്കുന്നത്. ഷുഗർ ആ ഞാനും ആലോചിച്ചു. ഷുഗർ കെയിൻ ഞാൻ കണ്ടില്ല. ഷുഗർ പല. ഇനിയും ഗിഫ്റ്റ് ഉണ്ടോ? അതെന്നപ്പാ? ഷെല്ലുണ്ടോ? ഓ എടാ നീ പറയണതെല്ലാം കേക്കാം. ഇവിടെ മൈക്കുണ്ട്. നമ്മൾ ദുബൈയിലെ അബുദാബിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് കയറാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷെ ആരും അംഗീകരിച്ചു വരുന്നില്ല. ഫൈനലി ഒരു ലാൻഡ് ക്രൂസർ ഞാൻ കണ്ടു. പോകുന്നു ലാൻഡ് ക്രൂസർ. യെസ്, ഫൈനലി. അത് ജാമ്പവാന്റെ കാലത്തെ കേട്ടോ. ഏട്ടൻ ലാൻഡ് ക്രൂസർ പോകുന്നത് കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ ക്യാമറാമാൻ പിക്കപ്പിന്റെ ബാക്ക് കണ്ടോണ്ടിരിക്കുവായിരുന്നു. അതല്ല, അത് ശ്രദ്ധിച്ച് ഞാൻ അതിലേക്കായി പോയി. ക്യാമറ തിരിക്കാൻ മറന്നുപോയി കേട്ടോ ഗൈസ്. സോറി. വേണമെങ്കിൽ നമുക്ക് ചേസ് ചെയ്ത് പിടിക്കാൻ. കിട്ടത്തില്ല. ജാമ്പവാന്റെ കാലത്ത് പറഞ്ഞാണ് കേട്ടോ. അല്ല, അത് പഴയല്ലേ? LC200 ആണ്. LC200 എന്ന് പറഞ്ഞാൽ 2008 മുതൽ 2021 വരെ ഇറങ്ങിയ ലാൻഡ് ക്രൂസർ. അതായത് വണ്ടികളുടെ കാര്യം, എന്ത് ഓട്ടോമൊബൈൽസിന്റെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്നതും LC200 ആണ്. നമ്മുടെ കയ്യിലുള്ളത് LC200 ആണ്. ഏതിപ്പോ ഉള്ളതോ? നമ്മളിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം ഉണ്ടായിരുന്നത് LC200 ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ ഒരെണ്ണം വാങ്ങിയില്ലയോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡ്രൈവിങ്ങിന് വേണ്ടിട്ട്? ആ LC ആണ് ഇപ്പൊ പോയത്. സെയിം LC. അതും LC200. അതിന്റെ ലാസ്റ്റ് വേർഷൻ LC200 ലാസ്റ്റ് വേർഷൻ ആണ് 2021 വന്നത്. ഷേപ്പ് നോക്കിയാൽ മതി. അതിന്റെ എല്ലാത്തിന്റെ ഷേപ്പ് ഒന്നായിരിക്കും. എല്ലാ ഷേപ്പിലും വെച്ച് എനിക്ക് ഇഷ്ടം നമ്മളുടെ കയ്യിലിരിക്കണം. കണ്ടില്ല എന്ന് പറയരുത്. മൗറീഷ്യസിലെ ലാൻഡ് ക്രൂസർ. ഓട്ടോമൊബൈൽസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ വേറെ ഒന്നും നറേറ്റ് ചെയ്യില്ല. ഏട്ടൻ കംപ്ലീറ്റ്ലി അതിന്റെ കാണിച്ചു കൊടുക്കും. എന്റെ കൊച്ചിന്റെ എന്തോ കാണിക്കാനുണ്ട്. സർപ്രൈസ് ആണെന്നാണ് കുഞ്ഞ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാ പോ? എന്താണ് ഇതെവിടെ നിന്ന് കിട്ടി? കുഞ്ഞ് ഇന്നലെ ബീച്ചിൽ പോയപ്പോ അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇത് എന്തിനാണ് അപ്പൂന്? എന്തിനാണ്? അത് കോറല്ലേ? എന്തോ അത്. തീരുമാനമായിട്ടുണ്ട്. അത് താഴെ പോയിട്ടുണ്ട്. എന്താ കണ്ണമ്മൻ പറഞ്ഞേ? ഒരു മഞ്ചാടിക്കുരു കുറവാണോ? ഇന്നലെ എത്ര ഉണ്ടായിരുന്നു കൗണ്ട് ചെയ്തപ്പോ? 40. ഇപ്പൊ 39 ഉള്ളോ? ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ? അതായത് ഇന്നലെ കൗണ്ട് ചെയ്തപ്പോ 40 ഉണ്ടായിരുന്നു.
ഇന്ന് രാവിലെ കൗണ്ട് ചെയ്തപ്പോൾ 40 ഉണ്ടായിരുന്നു, ഇപ്പൊ 39 ഉള്ളൂ. ഇന്നലെ അപ്പുവിന്റെ 26 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 27 ഉണ്ട് എന്നാണ് ഒരാളുടെ വാദം. അടുത്ത അടിക്കുള്ള തിരിയാണ് ആ കൊളുത്തിയത്. കണ്ണാ അപ്പു അപ്പൊ എടുത്തോ ചേച്ചിന്റെ മഞ്ചാടിക്കുരു അല്ലേ? നമുക്ക് നാട്ടിൽ പോയിട്ട് എടുക്കാവന്ന ആനാ അമ്പലത്തിൽ നിന്ന് അടിച്ചു പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഏട്ടന്റെ ലാൻഡ് ക്രൂസർ. ഏട്ടാ ലാൻഡ് ക്രൂസറിന്റെ പുറകെ പോയി വഴി തെറ്റിപ്പോവല്ലോ കേട്ടോ. ചേസ് ദാറ്റ് വെളുത്ത കാർ. അതാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിലിപ്പോ പോയിട്ടേ നമ്മുടെ എറണാകുളത്ത് സുഭാഷ് പാർക്കിന്റെ സൈഡിൽ കൂടെ പോകുന്നൊരു ഫീലിംഗ് ഇല്ലേ? ഇല്ല, നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് ഈ ഇടതുവശത്തുള്ള മരങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു പെട്ടെന്ന്. പോയിട്ടില്ലോ സുഭാഷ് പാർക്ക്? ഏട്ടൻ പോയിട്ടില്ലേ സുഭാഷ് പാർക്കിലുണ്ടല്ലോ. ഏട്ടനൊരു പത്തനംതിട്ടക്കാരനാണ് കേട്ടോ. ഫോർ യുവർ ഇൻഫർമേഷൻ, ഹീസ് ഫ്രം പത്തനംതിട്ട. അതുകൊണ്ട് നമ്മുടെ എറണാകുളത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം അറിയാം. ഇപ്പൊ ചിലതൊക്കെ ചിലപ്പോ ആര് എറണാകുളത്തെ കാര്യം പറയുന്നത്? ഞങ്ങൾ പത്തനംതിട്ടയിലെ കാര്യമല്ലേ പറയുന്നത്? ഞാൻ സുഭാഷ് പാർക്ക് പറഞ്ഞത് പത്തനംതിട്ടയിലെ കാര്യ. സുഭാഷ് പാർക്ക് നമുക്ക് കാര്യമില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നമ്മള് പോർട്ട് ലൂയിസ്. പോർട്ട് ലൂയിസ്. പോർട്ട് ലൂയിസ് എന്ന് പറഞ്ഞാല് യെസ് യെസ് പോർട്ട് ലൂയിസ്. അവിടെ ഒരു സിമിത്തേരി ഉണ്ട്. You know what is port? Speed zone ahead. 800 meters at the roundabout. Take the second exit. ഓ ഫൈനലി ഒരു ബ്രിഡ്ജിലൂടെ നമ്മൾ കയറിപ്പോ. നമ്മുടെ ദുബായ് കനാലിന്റെ ബ്രിഡ്ജ് പോലെ ഒരു കനാല് ഫ്രണ്ടില് അല്ലേ? കനാല് കണ്ടില്ല, ബ്രിഡ്ജ് കണ്ടു. ഓ സ്പീഡ് സോൺ, പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. 60 സ്ലോ ഡൗൺ. പക്ഷെ 60-ലും ലാൻഡ് ക്രൂസറുകാരൻ 100 തന്നെ പോകുന്നു. മിക്കവാറും ഒരു അറബി ആയിരിക്കും അത് ഓടിക്കുന്നത്. ഇവിടുത്തെ ഒരു അറബി. Exit the roundabout. എവിടെ കനാലൊന്നും അല്ലായിരുന്നു, ഫ്ലൈ ഓവർ ആണ് മനുഷ്യ. Take the first exit. ഫ്ലൈ ഓവർ ആയിരുന്നു. അല്ല അറബികൾ നമുക്ക് പറയാൻ പറ്റില്ല. അറബികൾ നല്ല മര്യാദയ്ക്ക് കൊടുക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ ചെറിയ ആൾക്കാരുണ്ട് ഭയങ്കര സ്പീഡില് സൗണ്ട് ഒക്കെ വെച്ചിട്ട്. പോലീസ് ചെക്ക് ചെയ്യാണ്. ചെക്കിങ് ആണ്. ആ ബൈക്ക് കണ്ടോ, നല്ല രസമുണ്ടായിരുന്നല്ലേ? അല്ല രണ്ടുപേരുടെ ഹെഡ്ഫോൺ ഒക്കെ എടുത്തായിരുന്നോ? ഏട്ടന്റെ എന്ത് ചേട്ടാ? എന്റേത് ബാഗിലുണ്ട്. ഉണ്ടോ? ഓക്കെ ഫൈൻ. ആ നല്ലതാണ് കേട്ടോ. Exit the roundabout onto M2 southbound. In 600 meters at the roundabout, take the second exit onto M2. ഏട്ടൻ ഇടയ്ക്കിടക്ക് ഇൻഡിക്കേറ്ററിന് പകരം വൈപ്പർ ഇടുന്നുണ്ട്. സ്റ്റിൽ അബുദാബിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ള ഓർമ്മയിലാണ്. അവിടെ ഒരു അമ്പലമാണോ എന്തത്? അതെല്ലോ, അവിടെ ഒരു അമ്പലമാണ്. അമ്പലങ്ങളുണ്ട്, അമ്പലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. സിഗ്നലാണ്, നമ്മളിവിടെ നിർത്തി. ഒരമ്മമ്മ ക്രോസ് ചെയ്യുന്നുണ്ട്, ഒരു ചേച്ചി ക്രോസ് ചെയ്യുന്നുണ്ട്. ആ ചേട്ടന് ഈ സിഗ്നലൊന്നും ഒരു വിഷയമല്ല, ആള് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയി നിർത്തണേ. ഈ ബൈക്കാ? ഇത് എന്ത് ബൈക്കാ ചേട്ടാ? ആ ബൈക്കാരൻ ചേട്ടനാണ് ഇച്ചിരി മുമ്പ് പോലീസ് പിടിച്ചത്. പക്ഷെങ്കിൽ എന്ത് ചെയ്യാം, ആ ചേട്ടന്റെ അഹങ്കാരം ഇപ്പോഴും തീർന്നിട്ട്. Exit the roundabout onto M2.
Continue on M2 for അതെന്ത് 1.5 ബൈക്ക് കേട്ടാ? kilometers. സോ നമ്മൾ പോകുന്ന സൗത്തിലേക്കാണ് കേട്ടോ. ആണോ? സൗത്താണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന എവിടെയായിരുന്നു? ബ്ലാക്ക് റിവർ. അതെവിടെ, എന്ത് ഭാഗമാണ്? ഞാൻ ഒരു കാര്യം പറയാം, ഏട്ടൻ്റെ കൂടെ പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഫുള്ളി ബ്ലൈൻഡ് ആയിട്ട് ഏട്ടൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങടാ പോകുന്നത്. കാരണം ഏട്ടനെല്ലാം നോക്കുന്നുണ്ട്, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അല്ല, നമുക്ക് ഇതിന്റെ സൗത്ത് വെസ്റ്റ് നോർത്ത് ഒക്കെ, ഫ്രീ ബേർഡ് ആയിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് അതൊക്കെ അറിയണമല്ലോ. ഓക്കെ, അറിയണമെങ്കിൽ മൊബൈലില് ടാബ് എടുക്കൂ. ടാബ് എടുത്ത് നമ്മളിപ്പോ ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് നോക്കിയേ. കോമ്പസ് ഇല്ലേ? എടാ നെറ്റില്ലടാ നിനക്ക്. At the roundabout, take the first exit onto Coconut Road. ഇല്ല, ഇവിടെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്തോ അത്, ഇതെന്ത് ഫാക്ടറി? എന്തോ ഫാക്ടറി, ചെമ്മീൻ ഫാക്ടറി ഏതാണ്ടാണ്. എന്റെ ദൈവമേ, ഓ മൈ ഗോഡ്, ചെമ്മീൻ ഫാക്ടറി ആയിരുന്നു തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നേ മീൻ ഉണക്കുന്ന ഫാക്ടറിയും കണ്ടാണെന്ന് തോന്നുന്നു. ആ സ്മെല്ലായിരുന്നു. ഇപ്പൊ പോയി. മറ്റേ യോധ സിനിമയില് നമ്മുടെ ജഗതിനെ ഉണക്കമീൻ കാണിച്ച് എഴുന്നേപ്പിക്കുന്ന പോലെ പോയി. അയ്യോ, I don't have Wi-Fi. ആ നമുക്ക് പിന്നെ നോക്കാം. ഇവിടെ എല്ലാം കുഞ്ഞൻ കാറുകളാണേ കൂടുതലും. കുഞ്ഞങ്കാറല്ല, കുഞ്ഞങ്കാറിന് പ്രൈസ് കുറവെന്ന് ഇത് തോന്നുന്നു. നല്ല പരിചയമുണ്ടല്ലോ. BMW 520. ആ ഓക്കെ. അതല്ല, ਮੇਰੇ Wi-Fi വൈഫൈയാ? ഹോട്ട്സ്പോട്ട് ഓൺ ആണ്. In കണക്ട് 200 ചെയ്തു. meters at the roundabout, take the Oh, Now we are no, going to south. Coconut Road. ആണോ? Yes. ഓക്കെ. ആ കാരണം അത് ഇവിടെ നോക്കി കാണാം, മാപ്പിലുണ്ട്. ഓക്കെ, ദ സൗത്ത് എയർപോർട്ട്, പോർട്ട് ലൂയിസ്. നമ്മൾ ഏത് എയർപോർട്ടിലായിട്ടാ വന്നിറങ്ങിയത്? നമ്മള് കേട്ട SSR. ആളുകൾ കളിയാക്കും. അതാ ഞാൻ SSR. പറഞ്ഞത്, ഞാൻ ചുമ്മാ ഏട്ടന്റെ പുറകെ ബ്ലൈൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നത് SSR എയർപോർട്ട്. SSR എയർപോർട്ട്. ഉറക്കം വരുന്നുണ്ട് അപ്പോ പറഞ്ഞ പോലെ. എലിസബത്ത് വില്ല. കാളിമാതാ മന്ദിർ. ഇതാണ് കാളിമാ. ബജ്രംഗബലി ആൻഡ് കാളിമാത. ഇവിടെ ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. എവിടെ? ഇവിടെ ആ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബേർഡ് സാങ്ച്വറി കാണാൻ പോകണമെങ്കിൽ പോവാം. നമ്മളിന്ന് ഓൾറെഡി ലേറ്റ് ആണ്. നമ്മളുടെ മറ്റവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും. ഈ ടൈമിൽ നമ്മൾ അവിടെ എത്തേണ്ടതാണ്. ആക്ച്വലി നമ്മൾ എത്തിയില്ല. ഇതൊരു ഭയങ്കര റഷായിട്ടുള്ളൊരു റൗണ്ട് ബോട്ടാണ്. നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, നമുക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. Continue on Coconut Road for 1 kilometer. വേറൊരു പോക്കറ്റ് റോഡ് പോലത്തെ സാധനത്തിൽ കയറി. പക്ഷെ ഇവിടെ എല്ലാം BMW നോക്കിയേ, എല്ലാം BMW, എല്ലാം BMW-കാരാണ്. ഒരുമിച്ച് നമ്മൾ 3 BMW X4 ആണ് കണ്ടത്. ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ അത് X3 ആയിരിക്കാം. ആരെങ്കിലും തെറ്റായിട്ട് പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. X3യെ കുറിച്ച് X4നെ കുറിച്ചൊക്കെ അറിയാവുന്നവർ ക്ഷമിക്കുക. X5 അല്ല, അതിന് പൊക്കവും വണ്ണമൊന്നുമില്ല. കപ്പലുണ്ടിയോ? എവിടെ? പോടാ പോട്ടാ. മഞ്ചാടിക്കുരു അല്ലേ? എനിക്ക് മനസ്സിലായി. അങ്ങനെ അമ്മൻ കോവിലിന്റെ അടുത്ത് എത്താറായി കേട്ടോ. പോർട്ട് ലൂയിസ്, നമ്മൾ പോർട്ട് ലൂയിസ് എത്തിക്കഴിഞ്ഞു. അതാണ് 3 മിനിറ്റ് കഴിഞ്ഞ പോർട്ട് ലൂയിസ് ആയി. ഇതൊക്കെ വലിയ ദൂരമൊന്നുമില്ലല്ലോ, ആകെ കുഞ്ഞൊരു ഐലൻഡ്. അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ എത്ര നേരം വേണം? ഒരു ചെറിയൊരു റോഡാണ്, ചെറിയൊരു പോക്കറ്റ് റോഡ്. അപ്പോൾ അതിനുള്ളിൽ
അത്യാവശ്യം കച്ചവടങ്ങളും നടക്കുന്നുണ്ട്, ഗ്യാരേജുകളുണ്ട്, ഫാക്ടറിയോ സ്കൂളോ ഫാക്ടറിയോ സ്കൂളോ ഒക്കെ ഉണ്ട്. എന്തൊക്കെയുണ്ട്. നമ്മളിവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെന്നാൽ സ്കൂളാണത്. ഓക്കെ, ഒരു ഇടുങ്ങിയ റോഡാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ സീഷൽസിന്റെ അവിടെ വന്നപ്പോൾ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ അവിടുത്തെ ബിൽഡിങ്ങുകളിലെ ഒരു കളർഫുൾ ഉണ്ടാവും. കളർഫുള്ളായിട്ട് അവിടുത്തെ ബിൽഡിങ്ങുകളുടെ റൂഫ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മേളിൽ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു എല്ലാം ബിൽഡിങ്ങുകൾക്കൊരു ഒരു ഒരു എന്താ പറയാ ബ്യൂട്ടി ഒന്നും അവർ കൊടുത്തിട്ടില്ല. അവിടത്തേക്കാട്ട് എനിക്കിന്ന് കുറച്ചുകൂടെ ആൾക്കാർ ലോ ഇൻകം ഉള്ള ആൾക്കാർ ഇവിടെയാണ്. ആൾക്കാരുടെ ഡ്രസ്സിങ് ആയാലും അവരുടെ ഒരു അപ്പിയറൻസ് ആയാലും നമുക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്യും അല്ലേ. എന്തുവാണ്? ഏത് കണ്ടെയ്നർ? ആ ഓക്കെ. അപ്പോ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, വീട്ടിലകത്ത് എത്തട്ടെ. നമ്മളുടെ വീട്ടിലോ? എവിടെ നമ്മളുടെ വീട്? എവിടെ നമ്മളുടെ വീട്? എവിടാ? ദുബൈയിലാണോ അതോ അബുദാബിയിലോ അതോ UAE-യിലോ? പിന്നെയും ചോദിച്ചോ கொஞ்சம் കൺഫ്യൂസ്ഡ് ആവും. ആ കണ്ണന്റെ ഫേസ് ആണ് ഡിക്റ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. കണ്ണനെ ഫുള്ളായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടോ? എന്നപ്പാ 2 more minutes. അതും ഫോക്കസിങ് ആണ്. ബാക്കിലൊന്ന് പ്രസ് ചെയ്താൽ ഒച്ചെടുക്കാതെ. ആരോട് പറയണം? ചേട്ടാ പോ, അപ്പുവിന് ബോറടിച്ച് വേഗം പൊയ്ക്കോ. അപ്പു പറഞ്ഞവര് കേട്ടെന്നോ? അതേ പോയി. അപ്പു പറഞ്ഞത് കേട്ടോ? ചേട്ടാ അപ്പു എങ്കിൽ എല്ലായിടത്തും ചെല്ലുമ്പോ ഒന്ന് പറയണമല്ലോ, ചേട്ടാ പോ, ഒന്ന് പോ. ഓ പിന്നെ സിഗ്നൽ വീണ. നമ്മൾ വീണ്ടും സിഗ്നൽ. ഷുവർ, യെസ് ഐ വിൽ സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോ. അപ്പൊ എന്തോ പറയുന്നുണ്ട്. പറഞ്ഞോ, പറ. മൈക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ പറയുന്നത് കേൾക്കാം. അപ്പൊ പറയുന്നത് കേൾക്കാം. അത് ആ ഫിംഗർ റെഡ് ആയിട്ട് അച്ഛൻ ചെറുപ്പം പോവും. അവർ സ്റ്റോപ്പ് ചെയ്യാൻ അവിടെ കാണിച്ചേ യെല്ലോ ലൈറ്റ് റെഡി ആവണം. എന്നിട്ട് ഗ്രീൻ ലൈറ്റ് പറഞ്ഞ ഗോ. ഗ്രീൻ ലൈറ്റിലാണോ ഗോ പോകുന്നത്? പക്ഷെ ഇവര് എല്ലാവരും റെഡ് ആണല്ലോ. പക്ഷെ അവൻ പോയതോ? ഷൂ ഉണ്ടാക്കുന്നുണ്ടോ? ഷൂ ആണോ നമുക്കെന്താ അല്ലേ? അപ്പോ ചുമ്മാ ഷൂസ് ഉണ്ടാക്കുവോ അല്ലേ? കിട്ടുമോ? കാണിച്ചാ ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. ആ ചേട്ടൻ അവിടെ ഇരുന്ന് ഷൂ ഉണ്ടാക്കുന്നു. ചേട്ടൻ ഞാൻ കണ്ടു, ഞാൻ വീഡിയോ എടുക്കുന്നത്. ചേട്ടൻ ചിരിക്കുന്നുണ്ട്. ചേട്ടൻ ഒരു ഹായ് പറയാവോ? ചേട്ടൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ ആയി. അപ്പോൾ ശരി, നമുക്ക് അങ്ങനെ തിരിച്ചൊരുമാരോട് നമുക്കൊരു ചോദിച്ചു നോക്കാം. എന്തെന്ന്? ഒരു ഇത് തരുമോ എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കണ കണ്ടേ. അങ്ങനെ നമ്മള് അമ്മൻ കോവിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് വണ്ടി കയറ്റുമോ? വണ്ടി കയറ്റും അല്ലേ? ഇവിടുന്ന് വണ്ടി അകത്തേക്ക് പോകുന്നതാണ് തോന്നുന്നത്. അൾട്രായ്. ഓ, ഇത് ഭയങ്കര വലിയ അമ്പലമാണ് കേട്ടോ.
ആണോ? ആ Your destination is on the left. ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രതീതി അല്ലേ? നാട്ടിലല്ലേ? തമിഴ്നാട്ടിലെ. തമിഴ്നാട്ടിലെ അമ്പലം. അതെ, അയ്യോ കൊള്ളാലോ. വളരെ വലിയ ഒരു അമ്പലമാണ് കേട്ടോ. നമ്മൾ വണ്ടി ഇവിടേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ. അമ്മ ചേച്ചിനെ വാ ഇറങ്ങാം. ഓക്കെ, ഇറങ്ങാം. നമുക്ക് അമ്മൻ കോവിലേക്ക് പോവാം. ഒരു മിനിറ്റ്. ഓ ഇതിപ്പോഴും എനിക്കറിയില്ല എങ്ങോട്ടാ തിരിക്കണം. ആ പറഞ്ഞോ, ഞാൻ പറഞ്ഞു. അമ്മൻ കോവിലേക്ക് പോവാം. ഓക്കെ. അമ്മൻ കോവിലെത്തി. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ചുറ്റുവട്ടം. ഇവിടെ ഒരു മിക്കവാറും ഇവിടെ ഒരു പോണ്ടായിരിക്കും അല്ലേ? അമ്പലത്തിന് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കുളം ഉണ്ടാവണം. അത് കുളമാണോ എന്ന് നമുക്ക് നോക്കാം. അതെ, സോറി, കുളമാണ്, പക്ഷെ അതിൽ വെള്ളമില്ല. കുളം കെട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതിൽ വെള്ളമില്ല. വെള്ളമില്ലേ? ആ പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. വാ, നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് പോവാം. ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേരുണ്ടേ. അപ്പു കണ്ടോ കുറച്ച് പിള്ളേരെ? ഇത് അപ്പുനെ പോലെ മുകളിലൊക്കെ എടുത്ത് വെച്ചോണ്ട് വരുന്നത്. പണ്ട് അപ്പുനെ എങ്ങനെ ചെത്തോണ്ട് വരത്തില്ല. മാളൂനെയായിരുന്നു. ആണോ? അപ്പുനെ എങ്കിൽ ഇന്ന് എടുത്തോണ്ട് പോകുന്ന അച്ഛൻ വെച്ച. അത് ചെയറാണ് കേട്ടാ. ആ, ചെയറിൽ ഇരുത്തിയേക്കുവാ. അത് കൊള്ളാലോ. കാരണം എല്ലാത്തിനെയും കൂടെ മാനേജ് ചെയ്യണ്ടേ പിള്ളേർ. സോ ഈ ടെമ്പിളിൻ്റെ ഇവിടെയൊക്കെ ഓരോരോ ഫൗണ്ടനും അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലത് കേറല്ലേ, ഞാനിവിടെ നോക്കട്ടെ. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള നമ്മളാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയുള്ള ഒരു ഗോപുരമുണ്ട്. ഞാനിങ്ങനെ തിരിഞ്ഞു വന്നല്ലേ അതിൻ്റെ കറക്റ്റായിട്ട് കാണുള്ളൂ. ഇവിടെയും വണ്ടികൾക്കൊക്കെ ഒരു പൂജകൾ നടത്താറുണ്ട് കേട്ടോ. ഇതാണ് ഇത്. നമ്മൾ ഈ അമ്പലത്തിന്റെ പേര് ഫോർട്ട് ലൂയിസിലെ അമ്മൻ കോവിൽ എന്ന് അടിച്ചാൽ മതി. ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അമ്പലത്തിന്റെ ഗോപുരം. ഗോപുരത്തില് നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ തന്നെയാണ് ശരിക്കുള്ള അമ്പലം കേട്ടോ. പ്രാർത്ഥിച്ചു മുകളിലുണ്ടോ നമ്മുടെ മീനാക്ഷി അമ്മൻ കോവിൽ, മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഒരു ഇതില്ലേ ഇല്ലേ? ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ എന്താ ഇതില് ദ്വാരപാലകനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കോൺക്രീറ്റിലായിരിക്കുമല്ലോ ചെയ്തേക്കുന്നത്. കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് ഇതൊക്കെ അല്ലേ? കോൺക്രീറ്റ് ചെയ്തേക്കുന്നതായിരിക്കും ഇതെല്ലാം. എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ബോർഡുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് സംസാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് നോയ്സ് വെക്കാതെ തന്നെ സംസാരിക്കാം. നമ്മുടെ മുരുകൻ്റെ അമ്പലം. മുരുക ടെമ്പിൾ, മുരുകസ്വാമി അകത്തുണ്ട്, വിഗ്രഹങ്ങളൊക്കെ അകത്തുണ്ട്. ഇത് പഴനിയിലെ നമ്മൾ കയറി പോകുന്ന ഓരോ കവാടത്തിലും വെച്ചേക്കുന്ന പോലെ അങ്ങനെയുണ്ട്. ശ്രീ മുരുക ഇതൊരു മൂർത്തിയുടെ ഒരു വിഗ്രഹങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നന്ദികേശൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്ന വാതിൽ. മെയിൻ ബിൽഡിങ് വാതിൽ അതാണ്. വഴിയാണ് മെയിൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഓക്കെ, പിന്നെ
തമിഴിലാണല്ലോ എഴുതിയേക്കുന്നത്. തമിഴ് ആളുകളൊക്കെ തമിഴ് സംസാരിക്കുന്നവരായിരിക്കണം. എമറിറ്റസ് തമിഴ് ടെമ്പിൾ ഫെഡറേഷൻ. അവിടെ അങ്ങേ അറ്റത്ത് നമുക്കൊരു രഥമുണ്ട്. ഭഗവാനെ എഴുന്നള്ളിക്കാനുള്ളൊരു രഥം. അമ്പലത്തിനുള്ളിൽ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാനന്ന് അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് വരാം. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ആളുകളൊക്കെ ഇവിടെയൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ പുറകിൽ നിന്നുള്ള കണ്ടോ എത്ര ഉണ്ട്? അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്നുള്ളൊരു എന്താ ദൃശ്യമാണ്. അതിനും വാലില്ല. ഇതിൽ ഒത്തിരി ഉണ്ടോ? ആളുകൾ വന്നു പോകുന്നുണ്ട്. നമ്മൾ ആദ്യം പോയ അമ്പലങ്ങളിലുള്ള പോലെ അവിടെ ഫുള്ള് ഫെദേഴ്സ് ഉള്ളതാണെങ്കിൽ മെയിലായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഫെദേഴ്സ് ഉണ്ട്. ഒന്നിനും ഇല്ലേ? വിസിറ്റേഴ്സ് ഉണ്ട്. ഒരെണ്ണത്തിന് സകലമാന ആൾക്കാരും വന്നു പോകുന്നൊരു ഏരിയ. ബാക്കി എല്ലാത്തിന്റെ ഇതിലത്തിൽ ഫെദേഴ്സ് ഇച്ചിരി മഴ പെയ്യുന്നുണ്ടല്ലേ? മയില് കണ്ടോ എത്ര എണ്ണം നോക്കി. ആ അവിടെ അങ്ങോട്ട് പോയി കാണാം. ചെറുതായിട്ട് മഴ എടാ പൊടിയുന്നുണ്ട്. നിനക്കല്ലേ രാവിലെ തുമ്മലുണ്ടായിരുന്നത്? അവിടെ പോയിരുന്നേ. ஓகே இங்கே நிறைய தமிழ் ஃபேமிலி இருக்காங்க. நிறைய தமிழ் ஃபேமிலி இருக்காங்க. இல்லை தமிழ் 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 நிறைய ஆளுகள் இருக்கியா தமிழ்? கொஞ்சம் இருக்குல்ல. தமிழ்நாடு ஸ்ரீலங்கா. நானா இல்லை இல்லை கேரளா. தமிழ் தெரியும், நல்லா தெரியும். படித்த எல்லாமே தமிழ்நாட்டில் தான். இப்படி தமிழ் நல்லாமே தெரியும். അച്ഛൻ തമിഴ്നാട്ടിൽ പഠിച്ചിട്ട് തമിഴ് നല്ലതായിട്ട് അറിയുന്നല്ലേ. അതെ. No school, holiday, you come for the, you back to Mail. Very good, നല്ല. എൻ്റെ കൂട്ടുകാർ തമിഴുണ്ടല്ലോ, കുറേ ആൾക്കാർ ഉണ്ടോ? പീക്കോക്കിനൊക്കെ ഉണ്ടോ? പക്ഷേ നമ്മളൊരു തമ്പായിയെ കണ്ടില്ലേ? തമ്പായി മയിലുള്ള ഒരു തമ്പായി. ഏടാ ഇങ്ങോട്ട് നോക്കട്ടെ, ചോദിക്കട്ടെ. വേൽമുരുകൻ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് കണ്ടോ? അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? വേറൊരു ഇതിൽ ഷൂലൊക്കെ പിടിച്ചൊരു ഗോൾഡൻ രൂപ. ഇവിടെ കുറേ മയിലിനെ അവർ അടച്ചിട്ടേക്കുവാണിത്. ഇവിടുത്തെ എന്തെങ്കിലും ആചാരങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാവും. ഇതിൽ ഫീമെയിലുണ്ട്, മെയിലുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് ഫീമെയില്, മെയില് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊരു പുള്ളിയുള്ള ടൈപ്പ് ഉണ്ട്. ഇപ്പം അമ്പലത്തിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ഇതാണേ. ഇതിനുള്ളിലാണ് വിഗ്രഹങ്ങളൊക്കെ വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ കയറി കണ്ടിടാം. ഇപ്പോൾ പുറത്തുനിന്നുള്ള രൂപ ഇതാണ്. ഇതിൽ മുരുകൻ്റെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. പിന്നെ മഹാശിവൻ, മുരുകനും വല്ലി, മണവാട്ടിയും ദേവയാനി, അങ്ങനെ അവർ 3 പേര് ഇരിക്കുന്ന ഒരു വിഗ്രഹമുണ്ട്. പിന്നെ ഇത് ഞാൻ അവിടെ നിന്ന് കാണിച്ച രഥമാണ്. രഥത്തിൽ അവരെ എഴുന്നള്ളിക്കുന്നതായിരിക്കണം ഇവിടുത്തെ ഉത്സവത്തിനൊക്കെ. നമ്മൾ തമിഴ്നാട്ടിലുള്ള പോലെ തന്നെ. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ കുറച്ച് തമിഴ് ഫാമിലി ഉണ്ടെന്നാണ് പറയുന്നത്. ആൾക്കാരൊക്കെ തമിഴ് സംസാരിക്കുന്നവരുണ്ടാവേ. തമിഴ് ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് തമിഴ് അറിയത്തില്ല അല്ലേ? ഇല്ല, കാരണം അപ്പം അതുകൊണ്ട് പുള്ളി ഇംഗ്ലീഷ് മാത്രമേ അറിയില്ല. എന്നോട് ചോദിച്ചു തന്നെ ലാസ്റ്റ് മയിൽ എന്നാ പറഞ്ഞേ. പീകോക്ക് എന്ന് പറയുന്നത് മയിലിനെ കണ്ടിട്ടുണ്ടോന്നല്ലേ? അല്ല മയിലിനെ കണ്ടോന്നല്ലേ ചോദിച്ചേ. ഓക്കെ.
ഇപ്പോൾ കണ്ണൻ എന്താ പറഞ്ഞേ? കണ്ണൻ കണ്ടെന്ന് പറഞ്ഞല്ലേ? കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിക്കാതെ നിൽക്കാവോ? ഇവിടെ ഒരു വിഗ്രഹമുണ്ട്. അമ്മ ഞാൻ എൻ്റെ ചപ്പലിട്ടോണ്ട് വരാൻ പറ്റുമോ? ഇങ്ങോട്ടോ? എന്ന് പറയുന്ന വിഗ്രഹമാണെന്ന് തോന്നുന്നു. ആന്താ പിന്നെ ഇവിടെ ഉള്ളത് തമ്പായിയുടെ അടുത്ത് വരുമ്പോ ചപ്പലിടാൻ പാടില്ല. ശ്രീ ആന്താ അതങ്ങനെ ബോർഡ് ചെയ്യാല്ലേ എനിക്ക് തോന്നി. എല്ലാം തോന്നൂല. ദക്ഷിണാമൂർത്തി. ആന്താ ശ്രീ ദക്ഷിണാമൂർത്തി അവരെങ്ങനെ അവിടെ എത്തി? എന്ന് പറഞ്ഞേ. അപ്പൊ ഈ ടോക്ക് ചെയ്യുന്നതൊക്കെ ദക്ഷിണാമൂർത്തി എന്ന് എഴുതിയേക്കുന്നുണ്ടോ? അങ്ങനെ അതിനോ തമിഴ്. ഇവിടെ ഒരു മൈക്ക് ഇരിപ്പില്ലേ? ശ്രീ ദക്ഷിണാമൂർത്തി അറിയുന്ന വിഗ്രഹം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കൂടെ അങ്ങോട്ട് നോക്കിയാൽ കുറെ ആൾക്കാർ ഇതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. കണ്ടോ? അങ്ങോട്ട് പോയി മൈക്കോ അമ്മ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. കാണാൻ പറയട്ടെ. പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ. അവിടെ ഇല്ലേ ഇവിടെ ഒരു മണിയുണ്ട്. കൊറേ ഹൗസ് ഉണ്ടോ? ഇച്ചിരി ഹൗസ് ഉണ്ടോ? അവിടെ ഒറ്റ ഹൗസും ഇല്ല. മണിയുണ്ട്. എന്തെങ്കിലും കാണാവോ? എനിക്കൊന്നും കാണാൻ വയ്യല്ലോ. എനിക്ക് ഒരു അങ്ങോട്ടേക്ക് പോവാം. അവിടെ എവിടെ ഹൗസ് ഇരിക്കുന്നത്? എനിക്ക് ഒരു ഹൗസ് കാണാം. ഒരു കുഞ്ഞു ഹൗസ് അല്ലേ? എടാ കള്ള, നീ സ്പെക്സ് എടുക്കാണ്ട് വന്നില്ലടാ. എത്ര ദിവസമാടാ? ഇത് കോവിൽ പെയിന്റിംഗ്സ് വർക്സ് ജെ ശിവദോസ് ആൻഡ് ഗ്രൂപ്പ്, വീഡിയോ എടുക്കുമല്ലേ? തമിഴ്നാട്, ഇന്ത്യ. അവര് വരച്ചതാണ് കേട്ടോ. എല്ലാം ഡ്രസ്സ് പെയിന്റ് ചെയ്തേക്കുന്നവരാണ്. പെട്ടിയിലൊക്കെ നല്ല വെയിറ്റ് അല്ലേ? അവരുടെ പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അമ്മയെ കൂട്ടിട്ടൊക്കെയാ. നമുക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്ന ടെമ്പിളിൽ വന്നു. ഓക്കെ, ഈ ടെമ്പിളിൽ നിന്ന് നമ്മൾ അടുത്ത് പോകുന്നത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. പോർട്ട് ലൂയിസ് സെൻട്രൽ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.